Dears, welcome back to Arcanex. So, gas laws and mole concept എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസ്. Yes, നമ്മൾ ഗ്യാസ് ലോസിലെ ഒരു പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഫസ്റ്റ് പ്രോബ്ലം അല്ലേ? മക്കളെ, ആദ്യത്തെ ചോദ്യമാണ് ഗ്യാസ് ലോസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ് ആദ്യ ക്വസ്റ്റ്യൻ? അതായത് ഒരു ATM പ്രഷറിൽ ഒരു ഗ്യാസിന് 1200 ലിറ്റർ വോളിയം ഉണ്ട്. ഒരു ATM പ്രഷറിൽ ഒരു ഗ്യാസിന് 1200 ലിറ്റർ വോളിയം ഉണ്ടെങ്കിൽ അതിന്റെ വോളിയം 30 ലിറ്റർ ആക്കി മാറ്റാൻ നമ്മൾ എത്ര പ്രഷർ അപ്ലൈ ചെയ്യേണ്ടി വരും? അതായത് മക്കളെ, പ്രഷറും വോളിയം ആണ് തന്നിരിക്കുന്നത്. ഒരു പ്രഷറും 2 വോളിയവും തന്നിട്ടുണ്ട്. അടുത്ത പ്രഷർ മർദ്ദമാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ തന്നിരിക്കുന്ന ഡേറ്റ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ? ആദ്യത്തേത് 1 ATM ആണ്. ATM എന്ന് പറയുന്നത് പ്രഷർ മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ്. സോ ആദ്യത്തെ പ്രഷർ ആയതുകൊണ്ട് P1 എന്ന് കൊടുക്കാം. യെസ്, ആദ്യത്തെ വോളിയം 1200 ലിറ്റർ, ആദ്യത്തെ വ്യാപ്തമാണിത്. ലിറ്റർ എന്ന വ്യാപ്തത്തിന്റെ യൂണിറ്റ് ആണ്. സോ V1 എന്ന് അതിന് കൊടുക്കാം. ആൻഡ് രണ്ടാമത് വേറൊരു വോളിയം തന്നിട്ടുണ്ട്, വ്യാപ്തം 30 ലിറ്റർ. അത് രണ്ടാമത്തെ വ്യാപ്തം അല്ലേ? യെസ്, V2. അപ്പൊ RT പ്രഷറും വോളിയവും മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള റിലേഷൻ പറയുന്ന ലോ ബോയിൽസ് ലോ ആണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പറഞ്ഞാൽ ബോയിൽസ് ലോ. യെസ് മക്കളെ, അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ P1 V1 is equal to P2 V2. ഇതില് P1 നമുക്കറിയാം, V1 അറിയാം, V2 അറിയാം. ആരെയാ കണ്ടുപിടിക്കേണ്ടത്? രണ്ടാമത്തെ പ്രഷർ, രണ്ടാമത്തെ മർദ്ദമാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സോ അത് കണ്ടുപിടിക്കാൻ തൊട്ടിപ്പുറത്തുള്ള ആൾക്കാരെ തൊടാനേ പാടില്ല. P1നെയും V1നെയും തൊടാൻ പാടില്ല. അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. V1 is equal to എന്ത് ചെയ്യണം? V2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ P2 രണ്ടാമത്തെ പ്രഷർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ തൊട്ടടുത്ത് കിടക്കുന്ന ഈ വോളിയം ഇങ്ങോട്ടേക്ക് പോകും. ഇങ്ങോട്ടേക്ക് വന്നാൽ അത് ഡിവൈഡഡ് ബൈ ആകും. V2 is equal to രണ്ടാമത്തെ പ്രഷർ ആയിട്ടുള്ള P2. ഇനി P1 എന്ന് പറയുന്നത് ഒരു ATM. അപ്പൊ 1 into V1. ആദ്യത്തെ വോളിയം 1200 ലിറ്റർ. 1200 ലിറ്റർ 1200 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ വോളിയം എത്രയാണ്? 30 ലിറ്റർ ആണ്. 30. സോ ഡിവൈഡഡ് ബൈ 30 കട്ട് ചെയ്ത് പോട്ടെ. 00 കട്ട് ചെയ്ത് പോട്ടെ. 120 by 3 40 അല്ലേ? 40 ആണ്. 40 ATM ആണ്. രണ്ടാമത്തെ പ്രഷർ, രണ്ടാമത്തെ മർദ്ദം. അതായത് ആ ഗ്യാസിന്റെ വോളിയം 30 ലിറ്റർ ആക്കി മാറ്റണമെങ്കിൽ 1200 ലിറ്റർ നിന്നും 30 ലിറ്റർ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ 40 ATM പ്രഷർ കൊടുക്കണം. ഒരു ATM പ്രഷർ നിന്നും 40 ATM പ്രഷർ ആക്കിയാൽ വോളിയം 30 ലിറ്റർ ആയി മാറി. ക്ലിയർ അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഏത് ലോ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്നാൽ മാത്രമേ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, if the volume of a gas is 150 liter at 27 degrees Celsius, what will be its volume at 0 degrees Celsius? ഇവിടെ രണ്ട് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഒന്ന് ടെമ്പറേച്ചർ ആണ്, ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് ടെമ്പറേച്ചർ താപനിലയുടെ യൂണിറ്റ് ആണ്. ലിറ്റർ ഉള്ളത് വോളിയം വ്യാപ്തത്തിന്റെ യൂണിറ്റ് ആണ്. 27 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഗ്യാസിന് 150 ലിറ്റർ വോളിയം ഉണ്ടെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആയാൽ ആ ഗ്യാസിന്റെ വ്യാപ്തം എത്രയായിരിക്കും, വോളിയം എത്രയായിരിക്കും എന്നുള്ളതാണ് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഓരോ ഡേറ്റയും നിങ്ങൾ ആദ്യം 150 ലിറ്റർ എന്ന് കണ്ടു. ലിറ്റർ വോളിയത്തിന്റെ യൂണിറ്റ് ആണ്. സോ ആദ്യത്തേതായതുകൊണ്ട് V1. ഇത് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ താപനിലയുടെ യൂണിറ്റ് ആണ്. സോ ആദ്യം കണ്ടതുകൊണ്ട് T1. ആൻഡ് അടുത്തത് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ് അഗെയിൻ. സോ ടെമ്പറേച്ചർ ആണ്. രണ്ടാമത്തെ ആയതുകൊണ്ട് T2. അത് നമുക്കൊന്ന് എടുത്ത് എഴുതിയാലോ? V1 എത്രയാ? V1 എന്ന് പറയുന്നത് 150 ലിറ്റർ ആണ്. T1 എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസ് പറ്റത്തില്ല. ചാൾസ് ലോ ആണ് റിലേറ്റ് ചെയ്യുന്നത്. ചാൾസ് ലോ ആണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കെൽവിനിലായിരിക്കണം. കെൽവിനിലേക്ക് ആക്കണമെങ്കിൽ 27 ഡിഗ്രി സെൽഷ്യസിനൂടെ മക്കൾ ഒരു 273 കൂട്ടിയേക്ക്. അപ്പൊ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 300. 27 + 273 ആണ് 300 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ടെമ്പറേച്ചർ T2 ആണ്. T2 നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു 273 കൂട്ട് ആഡ് ചെയ്യുക. അങ്ങോട്ട് ആഡ് ചെയ്ത് 0ന്റെ കൂടെ 273 കൂട്ടിയാൽ എത്ര? 273 തന്നെ. അത്രയും കെൽവിൻ കിട്ടും. സോ നമുക്ക് എല്ലാ ഡേറ്റയും കിട്ടി. ഇനി ഇവര് തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ പറ. വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, അഗെയിൻ വേറൊരു ടെമ്പറേച്ചർ ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ വോളിയം ആണ്. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? V1/T1 V2/T2. യെസ്, ചാൾസ് ലോ ആണ്. ചാൾസ് ലോ അനുസരിച്ച് കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയവും ടെമ്പറേച്ചറും എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് എന്ത്? V1/T1 is equal to V2/T2. മക്കൾ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യുക, ഇവരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും? V1 into T2 V1 into T2
is equal to ഇങ്ങനെ വരിക V2 into T1. T1 V2 into T1. ഇനി നമുക്ക് ആരെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? V2 രണ്ടാമത്തെ വോളിയത്തെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതിനെ നിങ്ങൾ ഇങ്ങനെ ഒരു റൗണ്ടിൽ വരയ്ക്കുക. V2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ V2 കാൽക്കുലേറ്റ് ചെയ്യണം എന്ത് ചെയ്യണം? T1നെ മെല്ലെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ഡിവൈഡഡ് ബൈ ആകും. യെസ്, നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. V2 ആണ്, T1നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്, ഡിവൈഡഡ് ബൈ T1. അങ്ങനെയാണ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V1 എത്രയാണ് അത്തി? V1 150 അല്ലേ? V1 എന്ന് പറയുന്നത് 150 ലിറ്റർ ആണ്. സോ 150 into T2 273 കെൽവിൻ. യെസ്, 273 കെൽവിൻ ഡിവൈഡഡ് ബൈ T1. T1 ആദ്യത്തെ ടെമ്പറേച്ചർ 300 കെൽവിൻ. സോ 300. അതായത് 273/2 പകുതി ആയിരിക്കും നിങ്ങൾ ആൻസർ എന്ന് പറയുന്നത്. ഇത്രയും എന്തായിരിക്കും? വോളിയം ലിറ്റർ ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്, അടുത്ത് ഓക്കെ ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാ. എന്താണ്? The volume of gas at 27 degrees Celsius and 1 atm pressure is 100 liter. 27 degrees Celsiusലും 1 atm പ്രഷറിലും ഒരു ഗ്യാസിന് 100 ലിറ്റർ വോളിയം ഉണ്ടെങ്കിൽ what will be the volume at 273 Kelvin temperature and 2 atm pressure? ഇവിടെ 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യം 27 ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, താപനിലയുടെ യൂണിറ്റ് ആണ്. സോ ആദ്യത്തേതായതുകൊണ്ട് T1. യെസ്, 1 atm. atm ആരുടെ യൂണിറ്റ് ആണ്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷർ അല്ലേ? പ്രഷറിന്റെ യൂണിറ്റ് ആണ്. പ്രഷറിന്റെ യൂണിറ്റ് ആണ്. സോ മർദ്ദമാണ്. P ആണ് ആദ്യത്തേത് കൊണ്ട് P1. 100 മില്ലി ലിറ്റർ. ലിറ്ററും മില്ലി ലിറ്ററും വോളിയത്തിന്റെ യൂണിറ്റ് ആണ് V1. യെസ്, ആദ്യം കണ്ടതുകൊണ്ട് V1. ഇനി അഗൈൻ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ തന്നിട്ടുണ്ട്. 273 Kelvin T2. T2 ആണ്. സോ രണ്ടാമത്തെ ടെമ്പറേച്ചർ ആണ് T2 എന്ന് എടുക്കാം. അടുത്തത് 2 atm P2. P2 കാരണം ഓൾറെഡി ഒരു പ്രഷർ കണ്ടു. ഇത് രണ്ടാമത്തെ പ്രഷർ ആണ്. സോ P2 എന്ന് എടുത്തു. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വോളിയം ആണ്. അപ്പൊ V2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? V1 by T1 is equal to V2 by T2 combined gas equation അല്ലേ? അപ്പൊ ഇതൊന്ന് ആദ്യം എടുത്ത് എഴുതാം അല്ലെ? ഓരോന്നും എടുത്ത് എഴുതാം. T1 തന്നിട്ടുണ്ട്. T1 എന്ന് പറയുന്നത് 300 കെൽവിൻ. 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തു 300. V1 എന്ന് പറയുന്നത് 100 ml ആണ്, 100 മില്ലി ലിറ്റർ. അടുത്തത് എന്താ തന്നിട്ടുണ്ട്? P1 തന്നിട്ടുണ്ട്. പ്രഷർ 1 atm ആണ്. അടുത്തത് V2 തന്നിട്ടില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. T2 തന്നിട്ടുണ്ട് 273 കെൽവിൻ. 273 കെൽവിൻ. P2 തന്നിട്ടുണ്ട്. എത്രയാ P2? 2 atm. 2 atm. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും എഴുതി. ഇനി നമ്മുടെ ഇക്വേഷൻ ഇവിടെ തന്നെ ചെയ്തോ. P1 V1 by T1 is equal to P1 V1 by T1 is equal to P2 V2 by T2. P2 V2 by T2. മക്കളെ ആദ്യം തന്നെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. എന്താണോ കാണേണ്ടത് ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ? ഇവരെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ P2 V2 എന്നിട്ട് താഴേക്ക് വരിക T1. P2 V2 into T1 is equal to P1 V1 into T2. P1 V1 into T2. P1 V1 into T2. അത് V2 കാണണം. ഇനി ആരെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? V2 രണ്ടാമത്തെ വോളിയം, രണ്ടാമത്തെ വ്യാപ്തമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് V2. V2 ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ V2 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ V2ന്റെ കൂടെയുള്ള രണ്ടാൾക്കാരെയും നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ആരൊക്കെയാ? P2വിനെയും T1നെയും. അപ്പൊ ഇങ്ങോട്ടേക്ക് ആരെ കൊണ്ടുവരാ? P2വിനെയും T1നെയും നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാ. അപ്പൊ ഇവിടെ അവരില്ല. യെസ്, P2വിനെയും T1നെയും നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. P1 എത്രയാ? ആദ്യം P1 is equal to 1 atm. 1 atm. അപ്പൊ 1 into V1 is equal to 100 ml. 100. അപ്പൊ 100. T2 is equal to 273. T2 273 273. P2 is equal to 2 atm. 2 ആണ് P2. T1 ആദ്യത്തെ ടെമ്പറേച്ചർ 300 ml. 300 കെൽവിൻ. 300 കെൽവിൻ. സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? V2 രണ്ടാമത്തെ വോളിയം ഈസി ആയിട്ട്. ഒറ്റ കാര്യം ഓർമ്മിക്കുക, ആൻസർ വരെ മില്ലി ലിറ്ററിലായിരിക്കും, ലിറ്ററിലായിരിക്കില്ല. കാരണം ആദ്യത്തെ V1 എടുത്തിരിക്കുന്ന മില്ലി ലിറ്റർ ആണ്. സോ രണ്ടാമത്തെ V2 വരുന്നതായിരിക്കും മില്ലി ലിറ്ററിലായിരിക്കും, ലിറ്ററിലായിരിക്കും. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഈ 3 ലോസിനെയും ബേസ് ചെയ്തിട്ടുള്ള കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷനെയും ബേസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ചോദിക്കും. എല്ലാ ലോസും ഡെഫിനിഷൻ പഠിക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ചാൾസ് ലോ ചെയ്തു, ബോയിൽസ് ലോ ചെയ്തു. ലൈവ് നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. മക്കളെ എല്ലാം കണ്ടു പഠിക്കുക, യൂസ് ചെയ്യുക, നന്നായിട്ട് സ്കോർ ചെയ്യുക. ഓക്കെ, വെരി ബെസ്റ്റ്. ബൈ.